നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ഐറ്റം ചിക്കൻ്റെ ഒരു ചേഞ്ച് ആയിട്ടുള്ള ഡ്രംസ്റ്റിക് ചിക്കൻ ആണ് ചെയ്യാൻ പോകുന്നത്. I lost my best friend to 23. She left her body in Harvard above me. തയ്യാറാക്കാനായിട്ട് നമ്മൾ 4 പീസ് ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് വരയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് മസാല ശരിക്കും പിടിക്കാവുന്ന രീതിയിൽ ആഴത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു 4-5 വരയിലായിട്ട് ശരിക്കും സ്കിന്ന് ഇതാക്കിയിടുക. അപ്പോൾ നമ്മളതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അര നാരങ്ങയുടെ നീര് കൂടി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര്. ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാല. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ചിക്കൻ അതിലിട്ട് മാരിനേറ്റ് ചെയ്യാണ്. അത് ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങുന്ന രീതിയിൽ നമ്മളതിലേക്ക് വരഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഒരു പാനിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഓരോരോ പീസ് ചിക്കനായിട്ട് ശരിക്ക് വെറുതെ ഒന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. ആ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഒന്ന് ഗ്രില്ല് എടുക്കണം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് കുക്കാക്കുന്നില്ല, ഒരല്പം ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു 10-15 മിനിറ്റ് ചിക്കൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു ജസ്റ്റ് ഗ്രില്ല് ചെയ്ത് കിട്ടുന്ന ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സെപ്പറേറ്റ് ഗ്രേവി തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ, അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം വലുപ്പത്തുള്ള സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, ഉണക്കമുളക് ഒരു 4 പീസ്, ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അതല്പം സോട്ടായി വരുമ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അതൊരുപാട് ഓവറായിട്ട് നമ്മൾ കുക്കാക്കുന്നില്ല. അല്പം വരണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണോളം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം, ചിക്കൻ്റെ മസാല 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ടേബിൾ സ്പൂണല്ല. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മസാല മാത്രം നമ്മളിതിലേക്ക് ചെയ്യുന്നുള്ളൂ. അത് വളരെ സ്ലോ ഫയറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിൽ വേണമെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താൽ കുറേ ടേസ്റ്റായിട്ട് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ആവശ്യമില്ല, തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. 1/2 കപ്പ് വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അല്പം ആ മസാല ഇതിലേക്ക് ചിക്കനിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്യാണ്. അത് നമ്മൾ എന്നിട്ട് നല്ല രീതിയിൽ മൂടി വയ്ക്കുകയാണ്. ഇങ്ങനെ നമ്മൾ 20 മിനിറ്റോളം ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യും. അത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നല്ല രീതിയിൽ ആ മസാല നല്ല രീതിയിൽ ആ ചിക്കനിലേക്ക് പിടിക്കും. അത് നമ്മൾ വളരെ സ്ലോ ഫയറിൽ ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര്, ഇത് ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. 1/2 കപ്പ് തൈര് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഗാർണിഷിനായിട്ട് നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തു. ഇത് ഓപ്ഷനിലാണ്. മല്ലിയിലയും തൈര് നമുക്ക് ഇതുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ, നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ തൈര് ഒഴിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മൾ ഓൾറെഡി നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം പുളി അല്പം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തൈര് ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ല രീതിയിൽ നമ്മളതിനെ വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെയും തൈരിൻ്റെയും എല്ലാം ആ ഒരു ടേസ്റ്റ് ശരിക്കും ചിക്കനിലേക്ക് കിട്ടും. നമ്മൾ ദിവസവും തയ്യാറാക്കുന്ന ചിക്കനിൽ നിന്നും നല്ല ചേഞ്ച് ആയ ഒരു ഐറ്റമാണ്. ഇതിൽ വേണമെങ്കിൽ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിൽ നമ്മൾ വേറെ ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി, ചിക്കൻ മസാല, ഇതൊക്കെ നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടൻറ്റുകളാണ്. നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണത്. ഇതിൽ ശരിക്കും ഒരു ഓയിൽ ടെക്സ്ചറായിട്ട് നല്ല രീതിയിൽ തെളിഞ്ഞു വരും. ബട്ടറിലൊക്കെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ ഓവനുള്ളവർക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തയ്യാറാക്കിയത് മസാലയിലാണ് ചിക്കൻ ബാക്കി കുക്ക് ചെയ്യുന്നത്. ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ കുക്കിംഗ്, അപ്പോൾ ആ ഒരു സ്മോക്കി ഫ്ലേവർ എല്ലാം ശരിക്ക് ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ഫുൾ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ടൊമാറ്റോ സോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അല്പം സ്പൈസി ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. കുരുമുളക് കൂടി ആഡ് ചെയ്ത് അല്ലെങ്കിൽ ക്രഷ് പെപ്പർ കൂടി ആഡ് ചെയ്ത് കുറച്ചും കൂടി സ്പൈസി ആക്കി എടുക്കുക.